നമ്മുടെ ബൈബിൾ ക്ലാസ്സിൻ്റെ 4-ാമത്തെ ദിനത്തിലേക്ക് കർത്താവ് നമ്മളെ കൊണ്ടുവന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൻ്റെ നിസ്തുല്യനാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. എന്താണ് ദൈവസഭ? ദൈവസഭയോടുള്ള ബന്ധത്തിൽ ഓരോ വിശ്വാസികളുടെയും ഉത്തരവാദിത്തങ്ങൾ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവസഭയുടെയും ദൈവസഭയോടുള്ള ഉത്തരവാദിത്തത്തിൻ്റെയും പ്രാഥമിക പാഠങ്ങൾ വിട്ടുകളഞ്ഞുകൊണ്ടാണ് ഞാൻ പഠനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കാരണം നമ്മൾ ദൈവത്തിൻ്റെ വചനം ധാരാളം വായിക്കുന്നവരും പഠിക്കുന്നവരുമാണ്. നമുക്ക് ദൈവസഭയെക്കുറിച്ചും നമ്മുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും നമുക്ക് നല്ല ഒരു അറിവ് നമുക്കുണ്ട്, അതിന് യാതൊരു സംശയവുമില്ല. എന്നാൽ ഇന്നിൻ്റെ നാളുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ച് നമ്മുടെ ഇടയിൽ വ്യക്തിപരമായിട്ടും കുടുംബപരമായിട്ടും സഭാപരമായിട്ടും നമ്മളുടെ ഇടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മൂല്യച്യുതി എന്താണെന്ന് ഒന്ന് തിരിച്ചറിയുവാൻ ഈ ക്ലാസ്സുകൾ മുഖാന്തരമായി തീരണം എന്നുള്ള ഏക പ്രാർത്ഥനയാണ് എനിക്കുള്ളത്. ദൈവത്തിൻ്റെ വചനം നമ്മൾ കേൾക്കും തോറും അല്ലെങ്കിൽ അത് പഠിക്കും തോറും നമ്മളിലെ നിർബന്ധങ്ങൾ, ദൈവം നമ്മളിലൂടെ ഉദ്ദേശിക്കുന്ന ആ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ വാസ്തവമായിട്ടൊന്ന് തിരിച്ചറിയുവാനും നമ്മളെ ഒന്ന് റീഡെഡിക്കേറ്റ് ചെയ്ത് ദൈവസന്നിധിയിൽ നമ്മളായിരിക്കുന്ന നിലയിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റി നമുക്ക് ജീവിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകുമാറാകട്ടെ. ഇന്നലെ നമ്മൾ ദൈവസഭയെക്കുറിച്ച് അല്പം ചില കാര്യങ്ങൾ നമ്മളൊന്ന് ചിന്തിക്കുകയുണ്ടായി. അതിൻ്റെ ബാക്കി ഭാഗം എന്ന വണ്ണം ഇന്നും ദൈവസഭയോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ മുന്നോട്ട് ചിന്തിക്കാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ആദ്യം തന്നെ ആ പോയിന്റുകൾ, നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്ന ആ പോയിന്റുകൾ ആദ്യം തന്നെ ഞാനൊന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാം. അല്ലെങ്കിൽ നമ്മളുടെ ഈ ക്ലാസ്സുകളിൽ നമ്മുടെ പോർഷൻസ് തീർക്കാനായിട്ട് പറ്റത്തില്ല, എക്സ്ട്രാ ക്ലാസ് എടുക്കാൻ നിവൃത്തിയുമില്ല. കാരണം പോകേണ്ട അത്യാവശ്യം ഉണ്ട് എന്നുള്ളതാണ്. ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ അത് ദിവസങ്ങൾ ഒന്ന് വെട്ടിച്ചുരുക്കേണ്ടതായിട്ടും വന്നു. അതുകൊണ്ട് ഞാൻ വളരെ പെട്ടെന്ന് ആ കാര്യങ്ങൾ ത്വരിതഗതിയിൽ ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഉത്തരവാദിത്തങ്ങളുടെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ആത്മീക വളർച്ചയിൽ നിന്നും ആത്മീക പക്വതയിലേക്ക് വളരുവാൻ നമുക്കിടയായിത്തീരണം. ആത്മീക വളർച്ചയിൽ നിന്നും, അതായത് സ്പിരിച്വൽ ഗ്രോത്തിൽ നിന്നും സ്പിരിച്വൽ മെച്യൂരിറ്റിയിലേക്ക് വളരുവാൻ നമുക്കിടയായിത്തീരണം. ഇതിൻ്റെ കുറവ് നമ്മൾ എല്ലാവരിലും ഉണ്ട്. ഇന്ന് നമ്മുടെ എല്ലാ സഭകളിലും നമ്മൾ അനുഭവിക്കുന്ന വലിയ ഒരു പ്രശ്നമാണ്, പരാജയമാണ് ഈ ഒരു കാര്യം. ഇത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രയാസം എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും ആത്മീക വളർച്ച നമുക്കെല്ലാവർക്കും ഉണ്ട്, സ്പിരിച്വൽ ഗ്രോത്ത് നമുക്കെല്ലാവർക്കും ഉണ്ട്. പക്ഷേ അതിൻ്റെ പക്വതയേറിയ തലത്തിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബജീവിതത്തിലും സഭാജീവിതത്തിലും പ്രത്യേകിച്ച് ശുശ്രൂഷാ രംഗങ്ങളിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും പ്രയാസങ്ങളുമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒറ്റ പോയിൻ്റായിട്ട് എഴുതിക്കോ, ബി മച്വർ. പക്വതയിലേക്ക് നമ്മൾ വളരുക, പക്വതയിലേക്ക് വളരുക. ഇത് നമ്മളുടെ ആത്മാർത്ഥമായ ഒരാഗ്രഹമായിരിക്കണം, ആത്മാർത്ഥമായ ഒരാഗ്രഹമായിരിക്കണം. അത് നമ്മൾ മുന്നോട്ട് ചിന്തിക്കുന്നതായിരിക്കും. അടുത്ത പോയിന്റ്, ഗീവ് നോ പ്ലേസ് ടു ഡെവിൾ. ഗീവ് നോ പ്ലേസ് ടു ഡെവിൾ.
അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പിശാചിന് ഇടം കൊടുക്കരുത് എന്നാണ്. പിശാചിന് ഇടം കൊടുക്കരുത്. അതിൻ്റെ അർത്ഥം പിശാച് ഇടമന്വേഷിച്ച് നടക്കുകയാണ്. ഇടമന്വേഷിച്ച് നടക്കുകയാണ് എന്ന് പറഞ്ഞാൽ എവിടെയാണ് ഒരു ലൂപ്പ് ഹോൾ ഉള്ളതെന്ന് ആരാഞ്ഞന്വേഷിച്ചുകൊണ്ട് ഊടാടി സഞ്ചരിക്കുകയാണ് ഓരോ വിശ്വാസികളുടെയും ജീവിതത്തിൽ. വളരെ ശ്രദ്ധയോടുകൂടെ നടക്കുകയാണ്. 24 hours. അങ്ങനെയാണ് ദിനരാത്രം, അഹോരാത്രം പിശാച് പണിപ്പെടുകയാണ്. അത് 1-ാം നൂറ്റാണ്ടിലെ കാര്യമാണ് കേട്ടോ, 1-ാം നൂറ്റാണ്ടിലെ കാര്യമാണ്. പക്ഷേ ഇന്ന് പിശാച് ഇടം അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമില്ല. ധാരാളം മേച്ചിൽപ്പുറങ്ങൾ നമ്മളുടെ ഇടയിലുണ്ട്. ധാരാളം മേച്ചിൽപ്പുറങ്ങൾ നമ്മളുടെ ഇടയിലുണ്ട്. പൗലോസ് പറയുന്നു പിശാചിന് ഇടം കൊടുക്കരുത്. കൊരിന്ത്യ സഭയിൽ അത് പറയേണ്ട ആവശ്യമുണ്ടോ? പിശാചിന് ഇടം കൊടുക്കരുതെന്ന് പറയേണ്ട ആവശ്യമില്ല, നമുക്കറിയാം. ബൈബിളിൽ ധാരാളം സ്ഥലം സഭകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മനസ്സിൽ ആ സ്ഥലം സഭകളെക്കുറിച്ചെല്ലാം നമുക്ക് നല്ല ധാരണയുണ്ട്. ഒരു നല്ല സ്ഥലം സഭ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സിൽ എന്തായിരിക്കും ഉത്തരം? വിച്ച് ഈസ് ദ ബെസ്റ്റ് ലോക്കൽ ചർച്ച് വിച്ച് ഈസ് റെക്കോർഡഡ് ഇൻ ദ ന്യൂ ടെസ്റ്റമെൻറ്റ്. നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരുപാട് സ്ഥലം സഭകളെക്കുറിച്ച് നമ്മുടെ മനസ്സിലൊരു കൺഫ്യൂഷൻ. യെരുശലേം സഭയാണോ, അന്ത്യോക്യ സഭയാണോ, തെസ്സലോനിക്ക സഭയാണോ, എഫെസോസിലെ സഭയാണോ, ഫിലിപ്പിയ സഭയാണോ? ഒരുപാട് കൺഫ്യൂഷൻ. ഏറ്റവും മോശം സ്ഥലം സഭ ഏതായിരുന്നു? ഒരു കൺഫ്യൂഷനും ഇല്ലാതെ നമുക്ക് ഉത്തരവുണ്ടല്ലേ? ഒരു കൺഫ്യൂഷനും ഇല്ലാതെ നമുക്ക് ഉത്തരവുണ്ട്. കാരണം എന്താണ്? അവരുടെ പ്രവൃത്തിയിലൂടെ അതെല്ലാം എന്ത് ചെയ്തു? വെളിപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ പിശാച് പ്രവർത്തിക്കുന്നത് ആത്മീകമായിട്ട് അതിൻ്റെ ക്ലൈമാക്സിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു എന്ന് ബോധ്യമുള്ളപ്പോഴാണ്. ഓർത്തിരിക്കുക, നമ്മളൊക്കെ നമ്മുടെ സ്ഥലസഭകളെക്കുറിച്ചൊക്കെ അഹങ്കരിക്കാറില്ലെങ്കിലും അഭിമാനിക്കാറുണ്ട് അല്ലേ? നമ്മൾ ഉൾപ്പെട്ട് നിൽക്കുന്ന സ്ഥലം സഭകളെക്കുറിച്ച് നമ്മൾ അഹങ്കരിക്കാറില്ല. പക്ഷെങ്കിൽ നമ്മളെല്ലാം എന്ത് ചെയ്യാറുണ്ട്? അഭിമാനിക്കാറുണ്ട്. ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന സ്ഥലസഭ നല്ല സ്ഥലസഭയാണ്, നല്ല പ്രവർത്തനങ്ങളുണ്ട്, കാര്യമായിട്ട് എല്ലാ കാര്യങ്ങളും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ മുന്നോട്ട് പോകുന്നു, നല്ല എൽഡേഴ്സ് ഉണ്ട്, യൂത്തിൻ്റെ നല്ലൊരു വിങ്ങുണ്ട് അല്ലേ? അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ പറയുന്നത്. യൂത്തിൻ്റെ നല്ലൊരു വിങ്ങുണ്ട്, കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് പോകുന്നു, ബൈബിൾ ക്ലാസ്സിന് ഒരു കുറവുമില്ല, സ്ഥലം സഭയിൽ വചനം ശുശ്രൂഷിക്കാൻ ധാരാളം ആളുകൾ എല്ലാം റെഡിയായിട്ടുണ്ട്. ഇതെല്ലാം പിശാച് നോട്ടം ഇട്ട് വെച്ചിരിക്കുക. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? അതിൻ്റെ ക്ലൈമാക്സിൽ ആ ഒരു ഉത്തുംഗ ശൃംഗത്തിലെത്താനായിട്ട് നോക്കിയിരിക്കും. അന്നേരമായിരിക്കും പിശാച് പ്രവർത്തിക്കുന്നത്, തുടക്കത്തിലൊന്നും പ്രവർത്തിക്കത്തില്ല. ഇത് നമ്മൾ വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ എഫെസോസ് സഭയെന്ന് പറയുന്നത് കർത്താവിനെ ആത്മാർത്ഥമായിട്ട്, നമ്മൾ നേരത്തെ ചിന്തിച്ചതുപോലെ ആത്മാർത്ഥമായിട്ട് കർത്താവിനെ സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു സ്ഥലം സഭയാണ്. അപ്പോൾ പൗലോസിനറിയാം ഈ സ്ഥലം സഭ ഒരു പക്ഷെങ്കിൽ എത്രയും പെട്ടെന്ന് പിശാച് പ്രവർത്തിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത്. നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്നത് വളരെ ഡള്ളായിട്ട് കിടക്കുന്ന, അല്ലെങ്കിൽ അവിടെ വലിയ എൽഡേഴ്സിൻ്റെ ബഹുത്വം അല്ലെങ്കിൽ ബാഹുല്യം ഒന്നുമില്ല, അവിടെ വലിയ മീറ്റിങ്ങുകളൊന്നും നടക്കുന്നില്ല, അവിടെ പിശാച് ഇല്ല, അവിടെ വലുതായിട്ട് പ്രവർത്തിക്കുന്നില്ല. പക്ഷെ പിശാച് നോട്ടമിട്ടിരിക്കുന്നത് നല്ല സ്ഥലം സഭകളെയാണ്, ബെസ്റ്റ് സ്ഥലം സഭകളെയാണ്. ഞാൻ നേരത്തെ ഒരു ചോദ്യം നിങ്ങളോട് ചോദിച്ചല്ലോ, നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ എന്തുത്തരം പറയുമെന്ന് ചോദിച്ചാൽ ഏതായിരുന്നു നല്ല സ്ഥലം സഭയെന്ന് ചോദിച്ചാൽ എനിക്കൊരു ഉത്തരമേ ഉള്ളൂ, കൊരിന്ത്യ സഭയായിരുന്നു. യെസ്, അതുപോലെ നല്ലൊരു സ്ഥലം സഭ വേറെ ഇല്ലായിരുന്നു. വേറെ അധ്യായങ്ങളൊന്നും വായിക്കണ്ട, 1-ാമത്തെ അധ്യായം തന്നെ ഒന്ന് വായിച്ചാൽ മതി, എല്ലാം ക്ലിയറായിട്ട് നമുക്ക് മനസ്സിലാകും. പൗലോസ് പറയുകയാണ്, ഞാൻ നിങ്ങളെ ഓർക്കുമ്പോഴൊക്കെയും എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ. കാരണം അവർ തീയിൽ കുരുത്തവരാണ്. അപ്പോസ്തലനായ പൗലോസ് ഇത്രയധികം കണ്ണുനീരോടുകൂടെ പ്രവർത്തിച്ച മറ്റൊരു സ്ഥലമില്ലായിരുന്നു.
അത്രമാത്രം താൻ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ച ഒരു സ്ഥലമാണ്. മറ്റ് സ്ഥലങ്ങളിലെല്ലാം തനിക്ക് കൂട്ടാളികളുണ്ടായിരുന്നു, തനിക്ക് കൂടെ പ്രവർത്തിക്കാനൊക്കെ ആളുകളുണ്ടായിരുന്നു. പക്ഷെങ്കിൽ ആ കൊരിന്തെന്ന് പറയുന്ന സ്ഥലം താൻ ഒറ്റയ്ക്ക് ഏകനായിട്ട് തൻ്റെ ആ കഷ്ടതയിൽ, വേദനയിൽ, പ്രയാസത്തിൽ, നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ എന്നേ അത് ഇട്ടേച്ച് പോകേണ്ട സമയം കഴിഞ്ഞു. പക്ഷെങ്കിൽ വളരെ ആത്മാർത്ഥമായിട്ട് താൻ പ്രവർത്തിച്ച് അവർ മുന്നോട്ട് വന്നവരാണ്. പക്ഷെങ്കിൽ 1-ാം അധ്യായത്തിൽ അവരെക്കുറിച്ച് പറയാൻ, നിങ്ങൾ ഒരു കൃപാവരത്തിലും നിങ്ങൾ കുറവില്ലാത്തവരായിരുന്നു. ഒരു കൃപാവരത്തിലും നിങ്ങൾ കുറവില്ലാത്തവരായിരുന്നു. അവർക്ക് വളരെ പ്രത്യാശയുണ്ടായിരുന്നു. എന്തെല്ലാം കാര്യങ്ങളാണ് അപ്പോസ്തലനായ പൗലോസ് അവരെക്കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് പറഞ്ഞു, ഞാൻ നിങ്ങളെ ഓർക്കുമ്പോഴൊക്കെയും എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പക്ഷേ ഒരു 2 വർഷത്തിനുള്ളിൽ ആ സ്ഥലം സഭയെ തകിടം മറിക്കുവാൻ പിശാചിന് സാധിച്ചു എന്നുള്ളതാണ്. 1 വർഷത്തിനും അല്ലെങ്കിൽ 2 വർഷത്തിനും ഇടയിലുള്ള സമയം കൊണ്ട് ആ സ്ഥലം സഭയെ ഇല്ലാതാക്കുവാൻ പിശാചിന് സാധിച്ചു എന്നുള്ളതാണ്. എവിടെയാണ് പിശാച് പ്രവർത്തിച്ചത്? എവിടെയാണ് പിശാച് പ്രവർത്തിച്ചത്? ചിന്തിക്കാൻ വേണ്ടി പറയുകയാണ്. നമ്മൾ ആത്മീക വളർച്ചയിൽ നിന്നും, സ്പിരിച്വൽ ഗ്രോത്തിൽ നിന്നും സ്പിരിച്വൽ മെച്യൂരിറ്റിയിലേക്ക്, പക്വതയിലേക്ക് വളരാൻ ഇടയായില്ല എന്നുള്ളതാണ്. ആർക്ക് വളരാൻ ഇടയായില്ല? വിശ്വാസികൾക്ക് വളരാൻ ഇടയായില്ല എന്ന് പറയുന്നതിലും, ക്ഷമിക്കണം എന്നോട് കേട്ടോ, ഉള്ള കാര്യങ്ങളൊക്കെ തുറന്ന് പറയുന്നുണ്ട്, ആർക്ക് വളരാൻ ഇടയായില്ല എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. ആര് വളർന്നാലേ ദൈവസഭ വളരാൻ പറ്റത്തുള്ളൂ? ചോദ്യമാണ് നമ്മളുടെ മുമ്പിൽ. ഇനിയും കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 16 അധ്യായങ്ങളിലും മിനിമം ആ സഭയിലെ 16 വിഷയങ്ങൾ, മിനിമം, മാക്സിമം ഞാനിപ്പോൾ പറയുന്നില്ല, മിനിമം 16 പ്രശ്നങ്ങളാണ് അപ്പോസ്തലനായ പൗലോസ് സോൾവ് ചെയ്യാനായിട്ട് വരുന്നത്. നമ്മളായിരുന്നു ആ പ്രശ്നങ്ങൾ 1, 2, 3 എന്നും പറഞ്ഞ് നമുക്കറിയാം. ആ സ്ഥലം സഭയിൽ ദുർനടപ്പുണ്ട്, കേസ്, അതുപോലെ തന്നെ സഹോദരിമാർ ഭയങ്കര പ്രശ്നം, ഈവൻ തലേ തുണി പോലും ഇടത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്തൃമേശയോടുള്ള ബന്ധത്തിൽ പ്രശ്നങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ കൃപാവരം എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല, കൃപാവരം എങ്ങനെ ഉപയോഗിക്കണമെന്നറിയത്തില്ല. അവരുടെ ബൗദ്ധിക തലത്തിലൂടെ ജ്ഞാനികളുടെ ഈറ്റില്ലമാണ് കൊരിന്ത്. അല്ലെങ്കിൽ ദൈവവചനത്തെ അവർ വളരെ ലാഘവ ബുദ്ധിയോടുകൂടെ കണ്ടു. അതുമാത്രമല്ല, ദൈവത്തിൻ്റെ ദാസന്മാരെ അവർക്ക് മാനിക്കാനായിട്ട് ഇടയായിത്തീരുന്നില്ല. ഒരുപാട് പ്രശ്നങ്ങൾ. ഏത് പ്രശ്നമാണ് ആദ്യം സോൾവ് ചെയ്യേണ്ടത്? പൗലോസിൻ്റെ മുമ്പിൽ ഒരു വലിയ ചോദ്യം. ഏത് പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കും? അവിടെ പറയുകയാണ്, നിങ്ങളുടെ ഇടയിൽ എന്തുണ്ട്? ഭിന്നതയുണ്ട്. നിങ്ങളുടെ ഇടയിൽ ഡിവിഷനുണ്ട്. ഡിവിഷൻ. ഈ ഡിവിഷന് കാരണം എന്താ? ഈ ഭിന്നതയ്ക്ക് കാരണം എന്താ? എത്ര ഡിവിഷനുണ്ടോ ആ ഡിവിഷൻ്റെ തലപ്പത്തെല്ലാം സഭയിലെ ലീഡിങ് പേഴ്സണാലിറ്റി ഉണ്ടെന്നുള്ളതാണ്. പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ? മനസ്സിലാവാതെ എവിടെ പോകാനാ ഇല്ലേ? മസ്കറ്റിലുള്ള പ്രിയപ്പെട്ടവർക്ക് മനസ്സിലായില്ലെങ്കിൽ അതിൽ ആ സഭയിലെ ലീഡിങ് പേഴ്സണാലിറ്റി ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ദൈവസഭയെ നയിക്കുവാൻ ദൈവം എഴുന്നേൽപ്പിച്ചിട്ടുള്ള ദൈവകൃപയുള്ള ദൈവത്തിൻ്റെ ദാസന്മാരുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വമെന്ന് പറയുന്നത് അവർ ആത്മീക വളർച്ചയിൽ നിന്നും അവർ ആത്മീക പക്വതയിലേക്ക് വളരുവാൻ ഇടയായിത്തീരണം എന്നുള്ളതാണ്. അപ്പോൾ ആത്മീക പക്വതയിലേക്ക് വളർന്നെങ്കിൽ മാത്രമേ ദൈവസഭ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ മുന്നോട്ട് പോകാൻ, അവരെ ആത്മീകമായിട്ട് അവരെ ഗൈഡ് ചെയ്യുവാൻ, വളർത്തുവാൻ ഇടയായിത്തീരത്തുള്ളൂ. അതുകൊണ്ട് 1-ാം അധ്യായത്തിൽ തന്നെ ആ പ്രശ്നത്തിന് പൗലോസ് ഒരു പരിഹാരം കണ്ടെത്തുകയാണ്. അപ്പോൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ എത്രയോ വലുതാണ് എന്ന് നമ്മൾ ചിന്തിക്കുക. ഇന്നലെ ഞാൻ പറഞ്ഞു, സഭ എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് സ്ഥലം സഭ എന്ന് പറഞ്ഞാൽ, ഒരു പ്രത്യേക സ്ഥലത്ത് നിന്നും ദൈവം തൻ്റെ പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി വിളിച്ചു വേർതിരിക്കപ്പെട്ട ഒരു കൂട്ടമാണ്.
എന്നാൽ ഇന്നലെ ഞാൻ പറഞ്ഞു, നമ്മൾ ഗൾഫിൽ അല്ലെങ്കിൽ വിദേശത്ത് ഒക്കെ ആയിരിക്കുമ്പോൾ നമ്മളെല്ലാം വിവിധ സ്ഥലം സഭകളിലെ വിശ്വാസികളാണ്. തെറ്റുണ്ടോ ഞാൻ പറയുന്നതിൽ? ഏ നമ്മളെല്ലാം വിവിധ സ്ഥലം സഭകളിലെ വിശ്വാസികളാണ്. ഓരോ കുടുംബങ്ങളും ഓരോ സ്ഥലം സഭകളിലെ വിശ്വാസികളായിരിക്കാം. ചിലപ്പോൾ ഒരു സ്ഥലം സഭയിലെ ഒന്നോ രണ്ടോ കുടുംബങ്ങളൊക്കെ ഒരു പക്ഷെങ്കിൽ വന്നു എന്ന് വന്നേക്കാം. പക്ഷേ നമ്മളെല്ലാം വിവിധ സ്ഥലം സഭകളിലെ ദൈവജനമാണ് നമ്മളിവിടെ കൂടി വന്നിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിന് നമ്മളെക്കുറിച്ച് വ്യക്തിപരമായിട്ടുള്ള ഉദ്ദേശമുണ്ട്. ഇനി ഓരോ സ്ഥലങ്ങളിൽ ദൈവം നമ്മളെ ഈ നിലയിൽ കൂട്ടിവരുത്തിയിരിക്കുകയാണ്. അതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ പിശാച് പ്രവർത്തിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയായതുകൊണ്ടാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ ഇതിൻ്റെ ആ ശ്രേഷ്ഠത ഞാനൊന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ദൈവസഭ എന്ന് പറഞ്ഞാൽ ഇന്നലെ ഞാൻ 3-4 പോയിന്റുകൾ പറഞ്ഞു. ആ ബാക്കി കാര്യങ്ങളൂടെ നിങ്ങൾ വളരെ പെട്ടെന്ന് ഒന്ന് എഴുതിയെടുക്കണം. രണ്ടാമത്തെ കാര്യം, 1, ആത്മീക പക്വതയിലേക്ക് നമ്മൾ വളരണം. 2, പിശാചിന് നമ്മൾ ഇടം കൊടുക്കാനായിട്ട് പാടില്ല. പിശാചിന് ഇടം കൊടുക്കാനായിട്ട് പാടില്ല. അപ്പോൾ എങ്ങനെയാണ് പിശാച് പ്രവർത്തിക്കുന്നത്? ഏതെല്ലാം മേഖലകളിലാണ്? എന്താണ് പിശാചിൻ്റെ മാനദണ്ഡം? ഈ കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ധൈര്യത്തോടെ ദൈവകൃപയോടെ മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ. ദൈവസഭയെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഗോഡ് പ്ലാൻഡ് പീപ്പിൾ. അതായത് ദൈവം പദ്ധതീകരിക്കപ്പെട്ട ഒരു കൂട്ടമാണ് ദൈവത്തിൻ്റെ സഭ എന്ന് പറയുന്നത്. ഗോഡ് പ്ലാൻഡ് പീപ്പിൾ. ആ വാക്ക് മാത്രം നിങ്ങളൊന്ന് ഓർത്തിരുന്നാൽ മതി. പിന്നീട് അതിൻ്റെ വിശദീകരണങ്ങളൊക്കെ നമുക്ക് ഓരോ ഭാഗത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. 2, ദൈവസഭ എന്ന് പറയുന്നത് ഗോഡ് പ്രിപ്പയർഡ് പീപ്പിളാണ്. ഗോഡ് പ്രിപ്പയർഡ് പീപ്പിൾ, അതായത് ദൈവത്താൽ സജ്ജീകരിക്കപ്പെട്ട ജനങ്ങളുടെ ഒരു കൂട്ടമാണ് ദൈവത്തിൻ്റെ സഭ എന്ന് പറയുന്നത്. 1-ാം നൂറ്റാണ്ടിൽ ഉളവായ അല്ലെങ്കിൽ ഉണ്ടായ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ദൈവവചനത്തിൽ രേഖയാക്കി നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്നാൽ നമ്മൾ ഇത്രത്തോളം സഞ്ചരിച്ച് ഇവിടെ വരെ നമ്മളായി നിൽക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു സംക്ഷിപ്ത രൂപത്തിലാണ് നമ്മൾ ഈ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. അപ്പോൾ ഗോഡ് പ്ലാൻഡ് പീപ്പിൾ, അപ്പോൾ ദൈവം പദ്ധതീകരിക്കപ്പെട്ട ഒരു ദൈവത്തിൻ്റെ ജനമാണ് ദൈവത്തിൻ്റെ സഭ അല്ലെങ്കിൽ ഒരു ലോക്കൽ ചർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രത്യേക സ്ഥലത്ത് നമുക്കറിയാം, ഞങ്ങൾ ഇവിടെ വർഷങ്ങളായിട്ട് ഇവിടെ കൂടി വരുന്നു. ഇവിടെ അനേക ആത്മീക ജനനങ്ങൾ നടക്കാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. കർത്താവിൻ്റെ 2 ഓർഡിനൻസസ് അനുഷ്ഠിച്ച് ഇവിടെ മുന്നോട്ട് പോകാനായിട്ട് ഇടയായിട്ടുണ്ട്. 1, കർത്താവിനെ ജലത്തിൽ സാക്ഷിക്കുക. 2, തിരുവത്താഴ ശുശ്രൂഷ. ഈ 2 ഓർഡിനൻസ് അനുഷ്ഠിക്കുന്നതിന് വേണ്ടി ദൈവത്താൽ പദ്ധതീകരിക്കപ്പെട്ട ജനം ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ ആരാധിച്ച് തിരുഹിതത്തിൻ്റെ പ്രസാദത്തിനായിട്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മറക്കരുത്, നമ്മൾ ഈ ദേശത്തായിരിക്കുമ്പോൾ നമ്മളുടെ ലോക്കൽ ചർച്ച്, അതായത് നമ്മുടെ സ്ഥാനീയ സ്ഥലം സഭയും, അതായത് നമ്മുടെ സോഴ്സ് നമുക്കെല്ലാം ഒരു മദർ അസംബ്ലി ഉണ്ട് കേട്ടോ. അതായത് നമുക്കൊരു മാതൃസഭയുണ്ട്, ഒരു സ്ഥാനീയ സഭയുണ്ട്, മൂന്നാമത്തേതാണ് ഈ ലോക്കൽ ചർച്ച് എന്ന് നമ്മൾ പറയുന്നത്. നമ്മൾ എവിടെ അറ്റ് പ്രസന്റ് നമ്മളായിരിക്കുന്നോ അതാണ് ലോക്കൽ ചർച്ച്. അപ്പോൾ സ്ഥാനീയ സഭയെന്ന് പറയുന്നത് നമ്മൾ രക്ഷിക്കപ്പെട്ട, നമ്മൾ സ്നാനപ്പെട്ട, അതായത് എൻ്റെ ആ ലോക്കൽ പ്ലേസിനോടുള്ള ബന്ധത്തിൽ അതൊരു സ്ഥാനീയ സ്ഥലം സഭ. അപ്പോൾ ലോക്കൽ ചർച്ച് എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ 2 തലങ്ങളിൽ 2 മീനിങ്ങിൽ നമ്മൾ മനസ്സിലാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അപ്പോൾ ദൈവം നമ്മളെ ഇവിടെ കൊണ്ടുവന്നതിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നതിൻ്റെ 2 പ്രധാന തലങ്ങളിലൂടെ അല്ലെങ്കിൽ ഭാഗങ്ങളിലൂടെ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടിരിക്കുന്നു. 1, നമ്മളായിരിക്കുന്ന സ്ഥലത്ത്
ദൈവനാമ മഹത്വത്തിനായിട്ട് നമ്മളായിരിക്കുക എന്നുള്ളതാണ്. തിരുഹിതത്തിൻ്റെ പ്രസാദത്തിനായിട്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്ന കൃപാവരങ്ങൾക്കനുസരിച്ച് നമ്മൾ കൃപയോടുകൂടെ കർത്താവിനെ സ്നേഹിച്ചും സേവിച്ചും ആയിരിക്കുക എന്നുള്ളതാണ്. ഒന്ന്, നമ്മളെപ്പോൾ വേണമെങ്കിലും നമ്മുടെ സ്ഥാനീയ സഭയോട്, അതായത് നമ്മളുടെ സോഴ്സ് ലോക്കൽ ചർച്ചിനോട് നമുക്കൊരു വലിയ ഉത്തരവാദിത്വവും നമുക്കെപ്പോഴും ഒരു കടപ്പാടും, ഇവിടെ എന്ത് ഇഷ്യൂ വന്നാലും നമുക്ക് മടങ്ങിപ്പോൻ ഒരു സ്ഥലമായിട്ടും നമുക്കിരിക്കുന്ന ഒരു സ്ഥലം സഭയുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഒരു പക്ഷെങ്കിൽ മടങ്ങി ആ സ്ഥലം സഭകളിൽ നമ്മൾ ചെല്ലുമ്പോൾ കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി നമ്മൾ പ്രയോജനപ്രദമായി തീരത്തക്ക നിലയിൽ കൃപയോടുകൂടെ നമ്മളുടെ കൃപാവരങ്ങൾ ജ്വലിപ്പിക്കുവാൻ ദൈവം നമ്മളെ ആക്കി വച്ചിരിക്കുന്ന ഒരു സ്ഥലം സഭയാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. അപ്പോൾ ഒന്നുകിൽ നമ്മൾ മടങ്ങി നമ്മളുടെ സ്ഥാനീയ സഭയിലേക്ക് നമ്മൾ പോകേണ്ടതായിട്ട് വരും. അവിടുത്തേനുള്ള വലിയ ഒരു ഒരുക്കം, കേവലം സ്ഥാനീയ സഭ എന്ന് ഞാൻ പറയുമ്പോൾ ഒരു പക്ഷെങ്കിൽ കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് നമ്മളെ കർത്താവ് വിളിച്ച് വേർതിരിക്കുമ്പോൾ 3 തലങ്ങളിലാണ് ഇന്ന് സ്ഥാനീയ സഭയിൽ നിന്നും സ്ഥലം സഭയിൽ നിന്നും കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് നമ്മളെ ശുശ്രൂഷിക്കുന്നത്. ഇന്ന് ആ 3 ഭാഗങ്ങളും നമ്മളൊന്ന് ചിന്തിക്കേണ്ടതായിട്ടിരിക്കുന്നു. ഒന്ന്, എൽഡേഴ്സ് അല്ലെങ്കിൽ പാസ്റ്റേഴ്സ്, ഓവർസിയേഴ്സ്, ഇടയന്മാർ. 2, ഇവാഞ്ചലിസ്റ്റ് ആണ് ഒന്നാമത് വരേണ്ടത്. നമ്മുടെ ഉത്തരവാദിത്വത്തോടുള്ള ബന്ധത്തിൽ ഞാനത് ഒന്നാമത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. സുവിശേഷകന്മാർ, അതായത് കർത്താവിൻ്റെ വചനം, സുവിശേഷം മറ്റുള്ളവരോട് പറഞ്ഞ് അവരെ കർത്താവിങ്കലേക്ക് ആദായപ്പെടുത്തുവാൻ ദൈവം പ്രത്യേകം കൃപ കൊടുത്തിട്ടുള്ള ദൈവത്തിൻ്റെ മക്കൾ. ഒരു പക്ഷെങ്കിൽ അവിടേക്ക് നമ്മളെ വേർതിരിക്കാം. തൊഴിൽ അധിഷ്ഠിതമായിട്ടോ തൊഴിൽ കൂടാതെ തൊഴിൽ രഹിതമായിട്ടോ നമുക്ക് കർത്താവിൻ്റെ ശുശ്രൂഷ ഈ തലങ്ങളിലെല്ലാം നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. മൂന്നാമത്തെ ഒരു തലമെന്ന് പറയുന്നത് ഉപദേഷ്ടാവ്, ടീച്ചിങ് ഫീൽഡിലേക്ക്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം ക്രമീകൃതമായിട്ട് ദൈവജനത്തെ പഠിപ്പിക്കുന്നതിന് വേണ്ടി നമ്മളെ വിളിച്ചു വേർതിരിക്കാം. ഈ 3 ആളുകൾക്കും ഇന്ന് നമ്മൾ പറയുന്ന സുവിശേഷകന്മാർക്ക് മാത്രം വിളി മതിയെന്ന, വിളി സുവിശേഷന്മാർക്ക് മാത്രമല്ല, സുവിശേഷകന്മാർക്ക് എങ്ങനെ കർത്താവിൻ്റെ വിളിയുണ്ടോ അതുപോലെ മൂപ്പന്മാർക്കും ഉണ്ടായിരിക്കണം. അതിൻ്റെ ഒരു കുറവ് ഇന്നുണ്ട്. അതുകൊണ്ട് പത്രോസ് പറഞ്ഞു, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും നിങ്ങൾ എന്ത് ചെയ്തോണം? ഉറപ്പാക്കണം. അപ്പോൾ കർത്താവിൻ്റെ കോളിങ്ങും കർത്താവിൻ്റെ സെപ്പറേഷൻ, അതായത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ശുശ്രൂഷയ്ക്കായിട്ട് നമ്മളെ വേർതിരിക്കുന്ന ഒരു രംഗവും, ഇതും പ്രത്യേകിച്ച് നമ്മൾ ഓർത്തിരിക്കണം. ഇത് ഇല്ലാതെ വരുമ്പോഴാണ്, ഇത് മനസ്സിലാക്കാൻ തിരിച്ചറിയാൻ പറ്റാതെ വരുമ്പോഴാണ് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പിശാചിന് ദൈവസഭയിൽ ഇടം കൊടുക്കുന്നത്. അപ്പോൾ സുവിശേഷകന്മാർ, ഓർഡർ അനുസരിച്ച് പറയാം, സുവിശേഷകന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ. അപ്പോൾ ഈ 3 തലങ്ങളിലേക്ക് കർത്താവിൻ്റെ ശുശ്രൂഷയിൽ നമ്മളെ വിളിച്ച് വേർതിരിക്കുന്നതിനു വേണ്ടി ദൈവം നമ്മളെ ട്രെയിൻ ചെയ്യുന്ന, കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്ന ഈ ലോക്കൽ ചർച്ച് എന്ന് പറയുന്നത്. അത് നമ്മൾ പല പേരിൽ നമ്മൾ അറിയപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയണം. അപ്പോൾ ഈ ഇവാഞ്ചലിസ്റ്റിൻ്റെ ജോലി എന്താണ്? ഇവാഞ്ചലിസ്റ്റ് അല്ലെങ്കിൽ സുവിശേഷകന്മാർ, അദ്ദേഹത്തിൻ്റെ ജോലി എന്ന് പറയുന്നത് വിന്നിങ് ആൻഡ് മൂവിങ്, അതായത് നേടുകയും നെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. ഈ വാക്കുകൾ ഓർത്തിരുന്നോണം കേട്ടോ. വിന്നിങ് ആൻഡ് മൂവിങ്, അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി കർത്താവിന് വേണ്ടി ആത്മാക്കളെ നേടി ദൈവസഭയോട് നെയ്തടിപ്പിക്കുക. ഈ ഒരു വലിയ ശുശ്രൂഷ ഇന്ന് സ്ഥലം സഭകളിൽ ഇത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നില്ല. ആകെപ്പാടെ നമ്മൾ ചെയ്യുന്നത് ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന ഭാഷയിൽ ഈ ചാക്കിട്ട് പിടിക്കുന്ന ഒരു പരിപാടിയാണ്. അല്ലാതെ നേടാനോ നെയ്യാനോ നമുക്ക് സാധിക്കുന്നില്ല. ആത്മാക്കളെ നമുക്ക് നേടാനിടയായി തീരണം. അതിനുവേണ്ടി ദൈവം ഇന്ന് നമ്മളായിരിക്കുന്ന, പ്രത്യേകിച്ച് ഈ ഗൾഫിൻ്റെ മേഖലയിലായിരിക്കുന്ന സ്ഥലം സഭകളെ കർത്താവ് ഉപയോഗിക്കുന്നു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എത്രയോ പേർ
ഈ പ്രദേശത്തേക്ക് വന്ന് പല നിലകളിൽ ഇവിടെ വന്ന്, ഒരുപക്ഷെ നമ്മുടെ മാതാപിതാക്കളായിരിക്കാം, നമ്മുടെ സഹോദരങ്ങളായിരിക്കാം, പ്രിയപ്പെട്ടവരായിരിക്കാം, ഇവിടെ ഉള്ളവരായിരിക്കാം, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരായിരിക്കാം, എത്രയോ പേർ ഇന്ന് നാട്ടിൽ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ഈ 3 തലങ്ങളിൽ ആയിരിക്കുന്നവരെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവരുടെ ഒരു ട്രെയിനിങ് പീരീഡായിട്ട് ദൈവം കൊടുത്ത 10, 20, 15 വർഷങ്ങൾ അവർ അത് കൃത്യമായിട്ട് അവർക്ക് ഉപയോഗിക്കാൻ പറ്റിയെന്നുള്ളതാണ്. അവരെ തിരിച്ചറിഞ്ഞ് അവരെ ശുശ്രൂഷയിൽ പ്രോത്സാഹിപ്പിക്കാൻ പറ്റിയെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ നിങ്ങൾ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കരുത്. ഇവിടെയാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്ന സ്ഥലം, ദൈവം നമ്മളെ കൊണ്ടെത്തിച്ചിരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ദൈവം പദ്ധതീകരിക്കപ്പെട്ട ഒരു സ്ഥലമാണ് ഈ ലോക്കൽ ചർച്ച്. അത് നമുക്ക് തിരിച്ചറിയാനായിട്ടിടയായിത്തീരണം. എൻ്റെ കൃപാവരം എന്താണ്, എൻ്റെ വിളി എന്താണ്, എൻ്റെ തെരഞ്ഞെടുപ്പ് എന്താണ്, ദൈവം എന്തിനാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്, എന്തിനാണ് എന്നെ ഇവിടെ ആക്കിയിരിക്കുന്നത്. ആത്മീയമായിട്ട് നമ്മൾ ചിന്തിക്കുക. കേവലം കുറേ വാക്യങ്ങൾ കാണാതെ പഠിച്ചതുകൊണ്ടോ, ആരാധനയ്ക്ക് തോട്ട്സ് പറയാൻ പഠിച്ചതുകൊണ്ടോ, 20 മിനിറ്റ് വല്ല വിധേനയും പ്രസംഗിക്കാൻ പഠിച്ചതുകൊണ്ടോ ആകുന്നില്ല. അതൊക്കെ ഒരു ആത്മീക വളർച്ചയുടെ ഒരു ഭാഗമെന്ന് മാത്രമേ ഉള്ളൂ. ആത്മീക പക്വതയിലേക്ക് വളരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഉത്തരവാദിത്വം, സൺഡേ സ്കൂളിലെ കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകിച്ചറിയാം, ടെക്കനോണിൽ നിന്നും എങ്ങോട്ട് വളരണം, ഹിയോസിലേക്ക് വളരണം. എന്നാൽ മദ്രാസ് അസംബ്ലിയോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിച്ചത് നെപ്പിയോസിൽ നിന്നും ടെലിയോസിലേക്ക് വളരാനുള്ള ഒരു ക്രമീകരണം. അപ്പോൾ 2 രീതിയിലുള്ള വളർച്ച നമുക്ക് ആവശ്യമാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഈ ശൈശവാവസ്ഥയിൽ നിന്നും, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മൾക്ക് ഭക്ഷണം തരുമ്പോൾ നമ്മൾ ഭക്ഷിച്ച് ഉപജീവനം കഴിച്ച് മുന്നോട്ട് പോകുന്ന ആ ഒരു തലത്തിൽ നിന്നും നമ്മൾ പക്വതയിലേക്ക് വളർന്ന് തിരുഹിതത്തിൻ്റെ പ്രസാദത്തിനായിട്ട്, എഫേസ്യ ലേഖനത്തിൽ മറ്റൊരു വാക്യം കൂടിയുണ്ട്, 1-ാം അധ്യായത്തിൽ തന്നെ, കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് നിലനിൽക്കണം. അപ്പോൾ തിരുഹിതത്തിൻ്റെ പ്രസാദത്തിനായിട്ടും കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ടും. അപ്പോൾ തിരുഹിതത്തിൻ്റെ പ്രസാദം എന്താണെന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് നിലനിൽക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഒരുപക്ഷെങ്കിൽ ഈ സ്ഥലം സഭകളോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ കൃപാമഹത്വത്തിനായിട്ട് നിലനിൽക്കുന്ന അനേകരെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അവരെ കണ്ടാൽ നമുക്ക് തിരിച്ചറിയാം, അവരുടെ ശുശ്രൂഷ കണ്ടാൽ നമുക്ക് തിരിച്ചറിയാം, അവർ കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്നവരും കർത്താവിന് വേണ്ടി ദൈവജനത്തെ ഒരുക്കുന്നവരുമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഒരു സുവിശേഷകന്റെ ജോലി എന്ന് പറയുന്നത് അവൻ ആത്മാക്കളെ നേടുകയും ദൈവസഭയോടുള്ള ബന്ധത്തിൽ അവരെ നെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവിച്ചറിയാനായിട്ട് പറ്റിയ കാര്യങ്ങളാണ്. ഇതെനിക്ക് തിരിച്ചറിവായപ്പോഴാണ് എൻ്റെ ശുശ്രൂഷയിൽ എനിക്ക് ആ നിലയിൽ മുന്നോട്ട് പോകാനായിട്ടിടയായിത്തീരുന്നത്. ഇത് ഞാനായിരിക്കുന്ന മേഖലകളിലൊക്കെ മറ്റുള്ളവരെ ഞാൻ പഠിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. 2 പറയുന്നത് പാസ്റ്റേഴ്സ്, ഇടയന്മാർ, ഓവർസിയേഴ്സ്. അവരുടെ ജോലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 തലത്തിലാണ്, എല്ലാം 2 തലത്തിലാണ് പോകുന്നത്. ഒന്ന് സേചനവും സൂക്ഷിപ്പും. സേചനവും സൂക്ഷിപ്പും, മലയാളം നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ് അതൊക്കെ മനസ്സിലാക്കാൻ. അപ്പോൾ അത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒന്ന് വാട്ടറിങ് ആൻഡ് വാച്ചിങ്, മനസ്സിലായല്ലോ. അവരെ നനയ്ക്കുകയും അവരെ സൂക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇത് വലിയൊരു ഉത്തരവാദിത്വമാണ്. ഇപ്പോൾ ഒരു പക്ഷെങ്കിൽ നമുക്ക് അവർക്ക് ദൈവവചനം അല്ലെങ്കിൽ പച്ചയായ പുൽപ്പുറത്ത്, മേച്ചിൽ പുറത്ത് അവരെ നടത്തുവാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ അതിനുള്ള ഉപാധികൾ കണ്ടുപിടിച്ച് അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യേണ്ടതായിട്ടിരിക്കുന്നു. ഒരു പക്ഷെങ്കിൽ ദൈവസഭയെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഓരോരുത്തരും നമ്മൾ കൃപാവരത്തിൽ ഒന്നിനും കുറവില്ലാത്തവരാണ്. ഒരു പക്ഷെങ്കിൽ ഇന്ന് നമ്മളുടെ ഗൾഫിലുള്ള സ്ഥലം സഭകൾ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും മൂപ്പന്മാരായിരിക്കാൻ യോഗ്യതയുള്ളവരാണ്. ആരാ ഇതിൽ കുറവുള്ളവർ? എല്ലാവരും ശുശ്രൂഷാരംഗത്ത് നല്ലവരാണ്, യാതൊരു സംശയവുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിവിധ സ്ഥലം സഭകളിൽ നിന്ന് ഇവിടെ വന്നിട്ടുള്ളത് കൊണ്ട് നിങ്ങളെല്ലാവരും ശുശ്രൂഷാ തലത്തിൽ നിങ്ങൾ മികവുള്ളവരാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ ഈ ഒരു സേചനവും സൂക്ഷിപ്പും ചെയ്യാൻ ദൈവത്തിൻ്റെ കൃപ എത്രമാത്രം നമുക്ക് വേണം. ഇങ്ങനെയുള്ളവരെയാണ് ദൈവം ഇന്ന് ഈ മേഖലയിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായല്ലോ. സാധാരണ കുഞ്ഞുങ്ങൾക്ക് ABCD പറഞ്ഞു കൊടുക്കുന്നത് പോലെ ഉള്ളവരെ അല്ല അന്വേഷിക്കുന്നത്. ഇത് ഞാൻ തിരിച്ചറിയണം.
അപ്പോൾ ഇവിടെയുള്ള ദൈവസഭയെക്കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എനിക്ക് തിരിച്ചറിവുണ്ടെങ്കിൽ മാത്രമേ ഒന്ന് ഞാൻ ഒരു പടി മുന്നോട്ട് വരാനോ ഒരു പടി സ്റ്റെപ്പ് ബാക്ക് ചെയ്യാനോ എനിക്ക് തീരുമാനമെടുക്കാൻ കഴിയത്തുള്ളൂ. ഞാൻ ഒരു തടസ്സമായിട്ട് നിൽക്കാനായിട്ട് പാടില്ല. ഇത് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഒരു കൂട്ടത്തോടുള്ള ബന്ധത്തിൽ, കൂടിവരവിനോടുള്ള ബന്ധത്തിൽ സഫിഷ്യൻ്റ് ആയിട്ടുള്ള ആളുകളെ ഓരോ സ്ഥലം സഭയിലും ദൈവം തന്നിട്ടുണ്ട്. പക്ഷെ അവരെ തിരിച്ചറിയാനും അവരെ ഉപയോഗിക്കാനും പ്രാപ്തരായ ആളുകളെയാണ് ഈ സേചനത്തിനും സൂക്ഷിപ്പിനും വേണ്ടി കർത്താവ് ഇന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ അംഗീകരിക്കാനും അവരുടെ ശുശ്രൂഷകളെ മാനിക്കാനും അവരെ ഇരട്ടിമാനത്തിന് യോഗ്യരായിട്ട് എണ്ണാനും നമുക്ക് കഴിഞ്ഞിരിക്കണം. അപ്പോഴാണ് ഇന്നല്ലെങ്കിൽ നാളെ ദൈവം നമ്മളെ ഉപയോഗിക്കാനായിട്ട് പോകുന്നത്, നമ്മളായിരിക്കുന്ന സ്ഥലത്ത്. എപ്പോൾ വേണമെങ്കിലും ഇവിടെ നിന്ന് ബാക്കിലേക്കോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് മുന്നിലേക്ക് വേറൊരു സ്ഥലത്തോ നമ്മളെ ദൈവം അയക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഈ രണ്ട് സ്ഥലത്തേക്ക് ദൈവം അയച്ചാലും അവിടെ ഞാൻ ചെല്ലുമ്പോൾ നമ്മളെ കൃത്യമായിട്ട് അവിടെ കൊണ്ടെത്തിക്കണമെങ്കിൽ നമ്മൾ ഇവിടെ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ശരിയായിട്ട് നിറവേറ്റണം. അപ്പോൾ ഈ മേഖലയിലുള്ള ദൈവസഭകളോടുള്ള ബന്ധത്തിൽ ദൈവം ഉദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണെന്ന് കഴിഞ്ഞ നാളുകളുടെ ചരിത്രങ്ങളിൽ നിന്ന് എനിക്കത് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ കേരളത്തിൻ്റെ ഒരറ്റം മുതൽ ഇന്ത്യയുടെ ആ വടക്ക് കിഴക്കൻ അതിർത്തിയുടെ ഏറ്റവും ഒടുവിലത്തെ സ്ഥലം വരെ ഞാൻ സഞ്ചരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഗൾഫ് മേഖലയിൽ നിന്നും കർത്താവ് തൻ്റെ വേലയ്ക്കായിട്ട് വിളിച്ചു വേർതിരിക്കപ്പെട്ട ദൈവമക്കളുടെ, ദൈവദാസന്മാരുടെ എണ്ണം വളരെയാണ്. അവരെല്ലാം സാക്ഷിക്കുന്നത് അവരായിരുന്ന സ്ഥലം സഭയിൽ അവർക്ക് ലഭിച്ച ഒരു പരിശീലനമുണ്ട്. അത് കൃപയുടെ ഒരു പരിശീലനമായിരുന്നു. ദൈവം അവരെ ഈ മരുഭൂമിയിലേക്ക് കൊണ്ടുവന്ന് അവരെ മോൾഡ് ചെയ്യുകയായിരുന്നു, മെരുക്കിയെടുക്കുകയായിരുന്നു. അവർ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് അവർ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ഇന്ന് വ്യാപൃതരായി അവർ ജീവിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എവിടെയായിരിക്കുന്നോ ആ ഉത്തരവാദിത്വം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അങ്ങനെ ഉള്ളവരെ നമ്മളുടെ ആത്മാവിൽ അവരെ തിരിച്ചറിയുവാനും തക്ക സമയത്ത് അവരെ ശുശ്രൂഷയ്ക്കായിട്ട് വേർതിരിക്കാനും അവരെ ലൈഫ് ലോങ് അവരെ കരുതാനും നമുക്കിടയായി തീരണം. ഈ ഒരു പ്രയാസം കൂടെ ഞാൻ നാട്ടിൽ കേൾക്കുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കാറുണ്ട്, ബ്രദറിനെ ഏത് സ്ഥലം സഭയാണ് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് സമർപ്പിച്ചയച്ചത്? ഇന്ന സ്ഥലസഭയാണ്. ഇന്നും അവരുടെ കരുതൽ, സ്നേഹം, പ്രാർത്ഥന അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടോ? മറുപടി, എന്ത് ചെയ്യാനാ ബ്രദറെ, എന്ത് പറയാനാ ബ്രദറെ? നമുക്കിടയായി തീരണം. അതിനുവേണ്ടിയാണ് ദൈവം നമ്മളെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് ദൈവം നമ്മളെ ഇവിടെ ആക്കിയിരിക്കുന്നത്. ഇത് തിരിച്ചറിയാനായിട്ട് നമുക്ക് കഴിയണം. നമ്മുടെ സ്ഥലം സഭകളിൽ നിന്ന് നമുക്കറിയാം, എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ ഈ ഗൾഫ് മേഖലയിൽ നിന്നും ഏറ്റവും കൂടുതൽ കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് വേർതിരിക്കപ്പെട്ടിട്ടുള്ളത് ഇങ്ങനെയുള്ള അനുഗ്രഹിക്കപ്പെട്ട സ്ഥലം സഭകളിൽ നിന്നാണ്. പരസ്യമായിട്ട് എനിക്ക് പേര് പറയണമെന്നുണ്ട്. ഒരു പേര് ഞാൻ പറയും, ഏറ്റവും കൂടുതൽ ബഹറിൽ നിന്ന്. ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടത് സാധിച്ചു എന്ന് ചോദിച്ചാൽ ആ രീതിയിൽ ഞാൻ 2006 ഞാൻ ബഹറിൽ ചെല്ലുമ്പോൾ അവിടുത്തെ എൽഡേഴ്സ് 3, 4, 5 പേരുണ്ട്. ആ എൽഡേഴ്സിൻ്റെ പ്രവർത്തന ഫലമായിട്ടൊരു സഭയുണ്ടായെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അവിടെ നിന്ന് കിലോമീറ്ററുകൾ അപ്പുറം അവർ പോയി, ലേബർ ക്യാമ്പുകളിൽ പോയി കർത്താവിന് വേണ്ടി അധ്വാനിച്ച് അനേകരെ കർത്താവിന് വേണ്ടി നേടുവാൻ അവർക്കിടയായി തീർന്നു എന്നുള്ളതാണ്. അവിടെ നിന്നും അനേക പ്രിയപ്പെട്ടവർ കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് വേർതിരിഞ്ഞ് അവർ ഇന്നും കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ധൈര്യത്തോടെ മുന്നോട്ട് പോകുന്നു. അവർ മുഖാന്തരം എത്രയോ സ്ഥലം സഭകൾ ഉണ്ടായിട്ടുണ്ടെന്നറിയാം, എത്രയോ സ്ഥലം സഭകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ദൈവം നമുക്കിവിടെ തന്നിരിക്കുന്നത് എങ്ങനെയെങ്കിലും തട്ടിപ്പൊത്തി കുറേ നാളുകൾ ജീവിച്ച് ഇവിടെ നിന്നും അതല്ല പ്രിയമുള്ളവരെ നമ്മളെക്കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്നത്. നമ്മൾ തിരിച്ചറിയണം. എനിക്കതെൻ്റെ 19ാമത്തെ വയസ്സിൽ ദൈവകൃപയാൽ അത് തിരിച്ചറിയാൻ ഇടയായി തീർന്നു. എന്നെ രക്ഷയിലേക്ക് നയിച്ച, എന്നെ വിശ്വാസ സ്നാനം കഴിപ്പിച്ച,
എന്നെ ആത്മീകമായിട്ട് ആ പ്രാഥമിക നാളുകളിൽ എന്നെ വളർത്തിയ, എന്നെ പഠിപ്പിച്ച, എന്നെ ഉയർത്തിക്കൊണ്ടുവന്ന ആ ദൈവദാസൻ കൃത്യമായിട്ട് എന്നെ ഗൈഡ് ചെയ്യുവാൻ ഇടയായി തീർന്നു എന്ന് പറഞ്ഞാൽ അതായിരുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ ദൈവസഭയുടെ തലപ്പത്തിരിക്കുമ്പോൾ, ശുശ്രൂഷ രംഗത്തിരിക്കുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ എന്താണെന്ന് നമ്മൾ തിരിച്ചറിയാനായിട്ട് നമുക്കിടയായി തീരണം. അല്ലാതെ കേവലം ചില കാര്യങ്ങൾ മാത്രം ചെയ്ത് മുന്നോട്ട് പോവുകയല്ല. അപ്പോൾ ഇവാഞ്ചലിസ്റ്റിൻ്റെ ജോലി എന്ന് പറയുന്നത് വിന്നിങ് ആൻഡ് വ്യൂവിങ് അല്ലെങ്കിൽ വൂവിങ്, നെയ്യുക, നേടുക, നെയ്യുക. അപ്പോൾ ആരാണ് സുവിശേഷകൻ? ഇവിടെ നിങ്ങൾ നമ്മുടെ ഈ വലിയ കൂട്ടത്തോടുള്ള ബന്ധത്തിൽ അവർ 2 വർഷത്തിൽ ഒരിക്കൽ 2 പേരെ ഒരു സ്ഥലം സഭയുടെ ശുശ്രൂഷയ്ക്കായിട്ട് അവർ നാട്ടിൽ നിന്ന് കൊണ്ടുവരുമെന്നാണ് ഞാൻ കേട്ടത്. ശരിയോ തെറ്റോ എന്ന് എനിക്കറിയത്തില്ല. നമ്മൾക്ക് അങ്ങനെ ഒരു ക്രമീകരണം ഇല്ലായിരിക്കുന്ന നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും വേണ്ട. പക്ഷേ ദൈവത്തിൻ്റെ വചനം പറയുന്നു, എൽഡേഴ്സ്, പ്രത്യേകിച്ച് പാസ്റ്റേഴ്സ്, ദേ ഹാവ് ടു ഡു ദ ഇവാഞ്ചലിസ്റ്റിക് വർക്ക്. അവരത് ചെയ്തേ പറ്റൂ. ആത്മാക്കളെ നേടാൻ അവർ അത് ചെയ്തേ പറ്റുകയുള്ളൂ. എന്തുകൊണ്ടത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഒരാത്മാവ് കർത്താവിങ്കിലേക്ക് വരാനുള്ള ആ പ്രസവവേദന എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞെങ്കിൽ മാത്രമേ അവരെ ആത്മീകമായിട്ട് വളർത്താൻ നിങ്ങൾക്കുള്ള പ്രചോദനം ലഭിക്കുകയുള്ളൂ, നിങ്ങൾക്കൊരു ഭാരമുണ്ടാവുകയുള്ളൂ. ഇത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള, നിങ്ങളിങ്ങനെ വെറുതെ ഇരിക്കുകയൊന്നും വേണ്ട കേട്ടോ. നിങ്ങൾക്കാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം. പ്രാർത്ഥനാ പിൻബലം നിങ്ങൾക്കതുണ്ടായിരിക്കണം. പ്രത്യേകിച്ച് സഹോദരിമാരോടുള്ള ബന്ധത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ, പ്രത്യേകിച്ച് നമ്മളുടെ യുവാക്കന്മാരോടുള്ള ബന്ധത്തിൽ നമ്മുടെ പ്രാർത്ഥന ഇതായിരിക്കണം. വരുന്ന നാളുകളിൽ അവർ ഏത് മേഖലയിലായിരുന്നാലും, ഒരു ഇവാഞ്ചലിസ്റ്റ് ആയിക്കൊള്ളട്ടെ, ഒരു എൽഡർ ആയിക്കൊള്ളട്ടെ, അതുപോലെ തന്നെ ഒരു ടീച്ചർ ആയിക്കൊള്ളട്ടെ, അവർ ഏതും മേഖലയിൽ കർത്താവിന് വേണ്ടി ശോഭിക്കേണ്ടവരാണോ അതിനുവേണ്ടി, അതാണ് ദൈവഹിതത്തിൻ്റെ പൂർണ്ണ നിശ്ചയമുള്ളവരായിട്ട് ഇവിടെ ആയിരിക്കുവാൻ, ആ പൂർണ്ണ നിശ്ചയത്തിലേക്ക് അവരെ കൊണ്ടെത്തിക്കുവാൻ നിലവിലുള്ള ശുശ്രൂഷകന്മാർക്ക് ഇടയായി തീരണം എന്നുള്ളതാണ്. അതാണ് ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുന്നത്. ഇതിൽ പിശാചിന് നമ്മൾ ഇടം കൊടുക്കാനായിട്ട് പാടില്ല. ഒരു വ്യക്തിയെ കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് വേർതിരിക്കുക എന്ന് പറഞ്ഞാൽ അനേക ആത്മാക്കളെ കർത്താവിന് വേണ്ടി നേടുവാനും നെയ്യുവാനും സേചനത്തിന് വേണ്ടിയും അവരെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയും. ഇന്ന് നമ്മൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് എങ്ങനെ നമുക്ക് പറഞ്ഞു വിടാമെന്നുള്ളതാണ്. എങ്ങനെ നമുക്ക് കളയാം, വേണ്ട. ഞാൻ പറയാറുണ്ട്, അരിപ്പയുമായിട്ട് നമ്മൾ ഇരിക്കുകയാണ്. നല്ലവരെ മാത്രം മതി നമുക്ക്. എൻ്റെ പ്രിയമുള്ളവരെ, അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഞാനൊന്നും ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയില്ലായിരുന്നു. സ്ഥലം സഭകൾ ഈ നിലയിൽ ദൈവജനത്തെ വളർത്തിയെടുക്കുവാനായിട്ട് ഇടയായി തീരണം. ടീച്ചറിൻ്റെ ജോലി എന്താണ്? ഉപദേഷ്ടാവിൻ്റെ ജോലി എന്താണ്? വിറ്റ്നസിങ് ആൻഡ് വാർണിംഗ്. അതായത് സാക്ഷിക്കുക, കർത്താവിനെ സാക്ഷിക്കുക. കർത്താവിൻ്റെ അന്ത്യകൽപ്പനയും അതായിരുന്നു, നിങ്ങൾ എൻ്റെ സാക്ഷികൾ ആകും, നിങ്ങൾ എൻ്റെ സാക്ഷികളാകും. കർത്താവ് പറഞ്ഞത് കേവലം നിങ്ങൾ സുവിശേഷം പറയുക എന്നുള്ളതല്ല, നിങ്ങൾ സകല ജാതികളെയും എൻ്റെ ശിഷ്യന്മാരാക്കണം. അതാരുടെ ജോലിയാണ്? ശിഷ്യന്മാരാക്കുക എന്ന് പറഞ്ഞാൽ ആരുടെ ജോലിയാണ്? സുവിശേഷകൻ്റെ ജോലിയാണോ? ഇടയൻ്റെ ജോലിയാണോ? ഉപദേഷ്ടാവിൻ്റെ ജോലിയാണോ? ഞാൻ പറയുന്നത് ഇത് 3 കൂട്ടർക്കും ഒരുപോലെ, 2 കൂട്ടരെ അടിസ്ഥാന പണിയിൽപ്പെട്ടവരായതുകൊണ്ട് നമുക്ക് അവരെ മാറ്റി നിർത്താം. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും അവർ ഉൾപ്പെടെ സുവിശേഷകന്മാർക്കും ഇടയന്മാർക്കും മൂപ്പന്മാർക്കും ഒരുപോലെ ദൈവം തന്നിരിക്കുന്ന ഒരു കാര്യമാണ് ഈ വിറ്റ്നസിങ് എന്നുള്ളത്. ദൈവത്തിൻ്റെ വചനം അവരെ പഠിപ്പിക്കുക, ദൈവത്തിൻ്റെ വചനത്തിലേക്ക് അവരെ കൊണ്ടുവരിക, ഈ ദൈവത്തിൻ്റെ വചനം മറ്റുള്ളവർക്ക് കൊടുക്കത്തക്ക നിലയിൽ അവരെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ള ആ ഒരു വലിയ ഉത്തരവാദിത്തമുണ്ട്. കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ പ്രിയമുള്ളവരെ. അപ്പോൾ കർത്താവിനെ സാക്ഷിക്കാനും ദൈവജനത്തിന് കൃത്യമായിട്ടുള്ള വാർണിംഗ് കൊടുക്കാനും ശാസന കൊടുക്കാനും ഇടയായി തീരുമ്പോഴാണ് ആ ശുശ്രൂഷ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ മുന്നോട്ട് പോകാനായിട്ട് ഇടയായിത്തീരുന്നത്. അപ്പോൾ ദൈവത്താൽ പദ്ധതീകരിക്കപ്പെട്ട അല്ലെങ്കിൽ ദൈവത്താൽ പ്രിപ്പേർഡ് ചെയ്യപ്പെട്ട സജ്ജീകരിക്കപ്പെട്ട
ഒരു കൂട്ടമാണ്, ഒരു കൂടിവരവാണ് ദൈവത്തിൻ്റെ സഭ. പ്രത്യേകിച്ച് ഇന്ന് നമ്മളായിരിക്കുന്ന സ്ഥാനീയ സഭയേക്കാൾ സ്ഥലം സഭ എന്ന് പറയുന്നത്. ഒരു പക്ഷെങ്കിൽ നമ്മളൊക്കെ സ്ഥാനീയ സഭയിൽ നിന്ന് ഇവിടെ വന്നതായിരിക്കാം. എന്നാൽ ഇന്നിൻ്റെ നാളുകളിൽ നമ്മളായിരിക്കുന്ന ഓരോ ലോക്കൽ ചർച്ചിലും വീണ്ടും ജനനം സാധിച്ച് കർത്താവിനെ സാക്ഷിച്ച് ഇവിടെ ആരാധിക്കുന്ന നമ്മളുടെ ഒരു വരും തലമുറ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോഴാണ് ലോക്കൽ ചർച്ചിന് ഇമ്പോർട്ടൻസ് ആവുന്നത്. അവരുടെ ഒരു പക്ഷെങ്കിൽ സ്ഥാനീയ സഭ ഏതായിരിക്കും? നമ്മുടെ ഇപ്പോഴത്തെ ലോക്കൽ ചർച്ച് ആയിരിക്കും. അതാണ് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു യൂണിവേഴ്സൽ ചർച്ചിൻ്റെ ഭാഗത്തിൽ നിന്നും ഒരു സ്ഥാനീയ സഭയിലേക്ക് വന്ന് നമ്മളെ അനേകം ലോക്കൽ ചർച്ചുകളിൽ ഒരു പക്ഷെങ്കിൽ ഈ ഭൂമിയിൽ കർത്താവ് നമ്മളെ ആക്കി വെക്കും. അപ്പോൾ ഓരോ സ്ഥലത്തും നമ്മളായിരിക്കുന്നതിൻ്റെ പരമപ്രധാനമായ ഉദ്ദേശം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ബാക്കി കാര്യങ്ങൾ പിന്നീട് ഞാൻ പറയുന്നതായിരിക്കും. ഇന്നലെ നമ്മൾ ചിന്തിച്ചത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നമ്മൾ നിറയപ്പെടണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നമ്മൾ നിറയപ്പെടണം. നിറയപ്പെടുമ്പോൾ സംഭവിക്കുന്ന ഏതാണ്ട് 8 കൂട്ടം കാര്യങ്ങൾ ഇന്നലെ നമ്മൾ ചിന്തിച്ചു. അതെല്ലാം നമ്മളൊന്ന് പഠിക്കാനായിട്ട് നമ്മളൊന്ന് ശ്രമിക്കുക. 3 കാര്യങ്ങളാണ്. അപ്പോൾ ആ കാര്യങ്ങൾ, അതായത് സ്പിരിറ്റ് ഹാവറിങ് അല്ലെങ്കിൽ ദൈവാത്മാവിൻ്റെ പരിവർത്തനത്തിൽ നിന്നും ആശയത്തിലും പ്രവൃത്തിയിലും ഒന്നിച്ചു പോകുന്ന ഒരു സ്പിരിറ്റ് കൺസിസ്റ്റൻ്റ് ലൈഫിലേക്ക് വരെയുള്ള കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ നമ്മൾ ചെയ്യാൻ സാധ്യതയുള്ള 3 പാപങ്ങളുണ്ട്. There are 3 sins. നമ്മളെല്ലാവരും ഓർത്തിരിക്കണം. 1, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് മറുത്ത് നിൽക്കരുത്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായം 51-ാമത്തെ വാക്യം എടുക്കണ്ട. അപ്പോസ്തലപ്രവൃത്തി 7-ന്റെ 50-51 വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് ഒരിക്കലും നമ്മൾ റെസിസ്റ്റ് ചെയ്യാനായിട്ട് പാടില്ല, മറുത്ത് നിൽക്കാനായിട്ട് പാടില്ല. മറുത്തു നിന്നാൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിറവോ നിയന്ത്രണമോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല. രണ്ടാമത്തേന്ന് പറയുന്നത് എഫെസ്യ ലേഖനം 4-ാം അധ്യായം 30-ാമത്തെ വാക്യത്തിലാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ എന്ത് ചെയ്യരുത്? ദുഃഖിപ്പിക്കരുത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ദുഃഖിപ്പിക്കരുത്. എഫെസ്യ ലേഖനം 4-30. മൂന്നാമത്തേതെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കെടുക്കരുത്. ഡു നോട്ട് quench the Holy Spirit. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 19-ാമത്തെ വാക്യം. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് മറുത്ത് നിൽക്കുക, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുക, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കെടുത്തിക്കളയുക. ഇതാരാണ് ഈ 3 പാപങ്ങൾ ചെയ്യുന്നത്? ഒന്നാമത് ചെയ്യുന്നത് പ്രാകൃത മനുഷ്യൻ. ഒന്നാമത്തേത് ഞാൻ പറഞ്ഞ ഒന്നാമത്തെ പോയിന്റ്, മറുത്ത് നിൽക്കുന്നത് പ്രാകൃത മനുഷ്യനാണ്. രണ്ടാമത്തേത് ജഡീക മനുഷ്യൻ ചെയ്യുന്ന പാപമാണ്. മൂന്നാമത്തേത് ആത്മീക മനുഷ്യൻ ചെയ്യുന്ന പാപമാണ്. ഒന്നുകൂടെ ഞാൻ വിശദീകരിക്കാം. നമ്മൾ സാധാരണ പഠിപ്പിക്കുന്നത് ദൈവസഭയിൽ 3 കൂട്ടരുണ്ട്. ആരൊക്കെയാണ്? നാച്ചുറൽ, കാർണൽ, സ്പിരിച്വൽ. ഈ 3 കൂട്ടരുണ്ട്. ഇരിക്കട്ടെ, അങ്ങനെ ഉറപ്പാണല്ലോ. ഇവിടെ 3 സ്ഥലസഭകളിൽ നിന്ന് CB വന്നിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. 3 സ്ഥലസഭകളിൽ നിന്നുള്ള സഹോദരന്മാരുണ്ട്. അപ്പോൾ ഈ 3 സ്ഥലസഭകളിലെയും കൂടെ നാച്ചുറൽ മാൻ എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ട്? കൈ പൊക്കണ്ട. എത്ര കാർണൽ ഇരിപ്പുണ്ട്? ജഡീകന്മാരായിട്ടുള്ള, എൻ്റെ സ്ത്രീലിംഗം എന്തുവാ? ജഡീകത്തികളോ എന്തുവാ? ജഡീകൻ അല്ലെങ്കിൽ കാർണൽ ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? ഉണ്ടെങ്കിൽ പോലും പറയത്തില്ലല്ലോ നമ്മൾ. ഇനി അതൊക്കെ പോട്ട് എത്ര സ്പിരിച്വൽ ഇവിടെ ഇരിപ്പുണ്ട്? അതും പറയാനുള്ള ചങ്കൂറ്റം നമുക്ക് ഇല്ല. ഇങ്ങനെ പഠിപ്പിക്കുന്നതിൽ നല്ലത് അടുത്ത ഒരു സ്റ്റെപ്പിലോട്ട് നമ്മളൊന്ന് വന്നേ. നമ്മുടെ പക്വതയിൽ അതൊന്ന് ചിന്തിച്ചേ. ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാലും, മനസ്സിലായല്ലോ, ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാലും ഈ 3 വിധ സ്വഭാവങ്ങൾ അവനിലുണ്ട്. മനസ്സിലാക്കണം, ഈ 3 വിധ സ്വഭാവങ്ങളുണ്ട്. നാച്ചുറാലിറ്റി, കാർണാലിറ്റി, സ്പിരിച്വാലിറ്റി. ഈ 3 വിധ സ്വഭാവങ്ങൾ ഇത് നമ്മുടെ ക്യാരക്ടറാണ്, നേച്ചറാണ്. നമ്മൾ ഈ ജഡത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം
മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ അവൻ നശിച്ചു പോകുന്ന നാച്ചുറൽ മൃഗങ്ങൾക്ക് തുല്യനാണെന്നാണ് പറയുന്നത്. കൊരിന്ഥി ലേഖനം, അല്ലെങ്കിൽ ആ കൊരിന്ഥി ലേഖനം പഠിക്കുമ്പോൾ അവർ ആ ഒരു നാച്ചുറൽ അവരുടെ അതിലേക്ക് അവർ പോവുകയാണ്. അതിന് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് നിങ്ങൾ ശേഷം മനുഷ്യരെ പോലെ, ആ വാക്കാണ് നാച്ചുറാലിറ്റി, അല്ലെങ്കിൽ അവരുടെ ആ പഴയ പ്രകൃതിയിലേക്ക് അവർ പോവുകയാണ്. ശേഷം മനുഷ്യർ. ശിംശോനെ കുറിച്ച് നമുക്കറിയാം. അവനിൽ ആത്മാവ് വിട്ടുപോയപ്പോൾ, ദൈവത്തിന്റെ കൃപ നഷ്ടപ്പെട്ടപ്പോൾ ആ നാസീർ വ്രതക്കാരൻ അവൻ ശേഷം മനുഷ്യരെ പോലെ ആയി. ഇന്ന് ദൈവാത്മാവ് നമ്മളിൽ ഉണ്ടെങ്കിലും നമ്മളുടെ ആ ജഡീകത്വത്തിൻ്റെ അല്ലെങ്കിൽ കാർണാലിറ്റിയുടെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് നാച്ചുറാലിറ്റിയാണ്, പ്രാകൃത സ്വഭാവമാണ്. അപ്പോൾ ഒരാള് പ്രാകൃതനാണോ ജഡീകനാണോ ആത്മീകനാണോ എന്ന് തീരുമാനിക്കുന്നത് ഈ 3 സ്വഭാവങ്ങളുടെ പെർസെൻറ്റേജിലാണ്. എന്നിൽ എത്ര പെർസെൻറ്റേജ് ആത്മീകതയുണ്ട്, എന്നിൽ എത്ര പെർസെൻറ്റേജ് കാർണാലിറ്റി ഉണ്ട്, എന്നിൽ എത്ര പെർസെൻറ്റേജ് നാച്ചുറാലിറ്റി ഉണ്ട്, പ്രാകൃത സ്വഭാവമുണ്ട്. ഇതിൻ്റെ പെർസെൻറ്റേജ് അനുസരിച്ച് ഞാൻ ആരാണ് എന്ന് എനിക്ക് ഡിസേൺ ചെയ്യാനായിട്ട് സാധിക്കണം. പ്രത്യേകിച്ച് കർത്താവിൻ്റെ ശുശ്രൂഷയിലായിരിക്കുന്ന ഈ ത്രിവിധ ശുശ്രൂഷകളിലായിരിക്കുന്ന ദൈവദാസന്മാർ നമ്മളെ തന്നെ ഇന്ന് മുതൽ നമ്മൾ വീട്ടിൽ പോയി നമ്മുടെ പെർസെൻറ്റേജ് ഒന്ന് എടുക്കണം. ഞാൻ എത്രമാത്രം ആത്മീകനാണ്, ആത്മീയ സ്വഭാവം എൻ്റെ ജീവിതത്തിലുണ്ട്, ആത്മീയ പക്വത എൻ്റെ ജീവിതത്തിലുണ്ട്, എത്രമാത്രം ജഡീക സ്വഭാവം എന്നിലുണ്ട്, എത്രമാത്രം പ്രാകൃത സ്വഭാവമുണ്ട്. പ്രാകൃത സ്വഭാവമൊക്കെ അത് നില്ലാവേണ്ടതാ. അപ്പോൾ അത് ഏതാണ് നമ്മളിൽ കൂടി വരുന്നത്? നമ്മുടെ സ്വഭാവത്തിലൂടെ ഇതെല്ലാം വെളിപ്പെടും. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഇന്ന് ഞായറാഴ്ചയായി പോയോണ്ട് ഞാനൊന്നും, അതല്ല ആ സ്വഭാവത്തിൽ നിന്ന് വരുന്നത്. അല്ലെ, നമ്മൾ കർത്താവിനെ ആരാധിക്കാനായിട്ടായിരിക്കും ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ എല്ലാം വണ്ടിയുടെ ഗ്ലാസ് ഒക്കെ ഇട്ടേക്കും ആയതുകൊണ്ട് ഇല്ലേ, അതൊന്നും പറയുന്ന ആരും കേൾക്കുന്നില്ലെന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ എന്നാലും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പറയാറുണ്ട്, എവിടുന്നാണ് ഇത് വരുന്നത്? അപ്പോൾ നമ്മൾ ആരായിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ആ സ്വഭാവം പരിശുദ്ധാത്മാവിനോട് മറുത്ത് നിന്നാൽ, നമ്മൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് മറുത്ത് നിന്നാൽ നമ്മളിലെ നാച്ചുറാലിറ്റി കൂടി വരികയാണ്. ദൈവാത്മാവിനെ നമ്മൾ ദുഃഖിപ്പിക്കുന്നു എങ്കിൽ എൻ്റെ കാർണാലിറ്റിയാണ് വരുന്നത്. ഇനിയും ദൈവാത്മാവിനെ ഞാൻ കെടുത്തിക്കളയുകയാണെങ്കിൽ, എന്നിലുള്ള കൃപാവരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഞാൻ ജ്വലിപ്പിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ആത്മീക മനുഷ്യൻ്റെ പാപമാണത്. എൻ്റെ ആത്മീക സ്വഭാവത്തോടുള്ള ബന്ധത്തിൽ ഞാൻ ചെയ്യുന്ന ഒരു പാപമാണ് അത് എന്ന് തിരിച്ചറിയാനായിട്ട് നമുക്കിടയായി തീരണം. കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. പ്രിയമുള്ളവരെ, നമ്മളെ ഒന്ന് ശോധന ചെയ്യുവാനായിട്ട്. ഇനി എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പിശാചിന് ഇടം കൊടുക്കരുത് എന്നവിടെ പറഞ്ഞിട്ടുണ്ട്. പിശാചിന് ഇടം കൊടുക്കരുത്. ആ 4-ാം അധ്യായത്തിലെ 3 പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അപ്പോസ്തലനായ പൗലോസ് അവിടെ വിശദീകരിക്കുകയാണ്. എങ്ങനെയാണ് പിശാച് പ്രവർത്തിക്കുന്നത്, ഒരു സഭയിൽ, ഒരു കൂട്ടത്തിൽ എങ്ങനെയാണ് പിശാച് പ്രവർത്തിക്കുന്നത്? 3 കാര്യങ്ങളാണ്. ഒന്ന്, ഡിസ്യൂണിറ്റി, മലയാളത്തിൽ അനൈക്യത. പിശാച് പ്രവർത്തിക്കുന്ന 1-ാമത്തെ രംഗം അനൈക്യത. ഒരു കാരണവശാലും നമ്മളിൽ അനൈക്യത ഉണ്ടാകാനായിട്ട് പാടില്ല. ഒരപ്പത്തിൻ്റെ അംശികളായിരിക്കുന്ന നമ്മൾ അനൈക്യത ഉണ്ടാകാനായിട്ട് പാടില്ല. അനൈക്യത ഉണ്ടായാൽ പിശാചിന് ഇടം കൊടുക്കുകയാണ്. പൗലോസ് 1-ാം അധ്യായത്തിൽ, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായത്തിൽ നിങ്ങളുടെ ഇടയിൽ ഭിന്നതയുണ്ടെന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. ചിലർ ആരുടെ പക്ഷക്കാർ? പൗലോസിന്റെ. ചിലർ ആരുടെ? പത്രോസിന്റെ. ചിലർ ആരുടെ? അപ്പല്ലോസിന്റെ. ഇനി പത്രോസിന്റെ പക്ഷക്കാർ ഇവിടെയും ഉണ്ടായിരിക്കാം. ഉണ്ടോ? പറയാറില്ലേ, ഞങ്ങൾ അങ്ങ് കുമ്പനാട്ടെ കുടുംബമാണെന്ന് ഇല്ലേ, പറഞ്ഞിട്ടല്ലേ? ഞാൻ കുടുംബത്തിന്റെ പേരൊന്നും ഞാൻ ഇപ്പൊ പറയുന്നില്ല. നമ്മൾ പറയാറുണ്ട്, അതായത് സ്ഥലം സഭ എവിടെയാണോ കേരളത്തിൽ ആരംഭിച്ചത് ആ കുടുംബങ്ങളുടെ, ആ സ്ഥലത്തിൻ്റെ അവിടെയുള്ളവരായിരുന്നു ഞങ്ങൾ. അതാണ് പത്രോസ്. ഇനിയും അടുത്തത് പൗലോസിന്റെ പക്ഷക്കാർ. കൊരിന്ത്യയിലുള്ള അവരും ചോദിച്ചു, പൗലോസ് അങ്ങ് അപ്പോസ്തലനാണോ? കർത്താവിനെ കണ്ടിട്ടുണ്ടോ? ചോദ്യങ്ങൾ ചോദിക്കാം. അദ്ദേഹം മുഖാന്തരം കർത്താവിലേക്ക് വന്നതാ. ഇനി നമ്മളെ രക്ഷയെങ്കിലേക്ക് നയിച്ച ഒരാളുണ്ട്, അദ്ദേഹത്തെ നമ്മൾ ഒരു ക്യാപ്റ്റനായിട്ട് നമ്മൾ കാണാറുണ്ട്, അദ്ദേഹത്തിന്റെ പക്ഷക്കാരനായിട്ട് നമ്മൾ മാറാറുണ്ട്. ഇനിയും ചിലരാരാന്ന് ചോദിച്ചാൽ അപ്പല്ലോസിന്റെ പക്ഷക്കാരാ. അപ്പല്ലോസിന്റെ പക്ഷക്കാരുടെ പ്രത്യേകത എന്താ?
അപ്പൊല്ലോസിന്റെ പ്രത്യേകത എന്തായിരുന്നു? വാഗ്വൈഭവമുള്ളവനാ, നല്ലതുപോലെ പ്രസംഗിക്കാൻ കഴിയും. അങ്ങനെയുള്ളവരുടെ ഒരു പക്ഷക്കാർ. ഇനിയും ചിലർ പറയുന്നത് എന്താ? ഞങ്ങൾ ഈ പക്ഷത്തിൽ ഒന്നുമല്ല, ഞങ്ങൾ ആരുടെ പക്ഷക്കാരനാണ്? ഞങ്ങൾ ക്രിസ്തുവിൻ്റെ. അവരെയാ സൂക്ഷിക്കേണ്ടത് കേട്ടോ. ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ ആത്മീകർ. എൻ്റെ പ്രിയമുള്ളവരെ, ഈ പക്ഷമൊക്കെ വരാൻ കാര്യമാരാ? എന്തുകൊണ്ടാണവർ? അതായത് അവർ ക്രിസ്തുവിനെ നോക്കുന്നതിന് പകരം അവർ മാനുഷികമായിട്ടുള്ള നോട്ടം അവർക്കുണ്ടായി എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവർ എന്തോ മറ്റ് ജഡത്തിന്റെ ചിന്തകൾ അവരിലേക്ക് വന്നു എന്നുള്ളതാണ്. ഒരിക്കലും നമുക്കത് വരാനായിട്ട് പാടില്ല. ശുശ്രൂഷകന്മാർ ഒരു സഭയിൽ 3 എൽഡേഴ്സ് ഉണ്ടെങ്കിൽ, 2 എൽഡേഴ്സ് ഉണ്ടെങ്കിൽ, 4 പേരുണ്ടെങ്കിൽ, അവരുടെ ആ ഐക്യത എവിടെ മുറിയുന്നു? ഒരുപക്ഷെങ്കിൽ നമ്മൾ നേരിട്ട് കാണുമ്പോൾ അവർ ഒരുമിച്ചായിരിക്കാം. മാനസികമായിട്ട് നമുക്ക് ഒരുമിക്കാനായിട്ട് ഇടയായി തീരുന്നുണ്ടോ? അനൈക്യതയുണ്ടെങ്കിൽ അവിടെ പിശാചിന് ഇടം കൊടുക്കുകയാണ്. യൂണിറ്റി. 4-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളാണ്. രണ്ടാമത്തെ കാര്യം 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിലാണ്. 4-ാമത്തെ അധ്യായം തന്നെ 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ ഇംപ്യൂരിറ്റി അതായത് രണ്ടാമത്തേത് ഇമ്മച്യൂരിറ്റി, 3-ാമത്തേതാണ് ഇംപ്യൂരിറ്റി. അപ്പോൾ ഇമ്മച്യൂരിറ്റി, അപക്വത, അവിടെ പിശാച് പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. അപക്വത അതായത് ദൈവം നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന ആ ലെവലിലേക്ക് നമ്മൾ വരികയും ആ ലെവലിൽ തുടർന്നു പോകാനായിട്ടിടയായി തീരുകയും ചെയ്യുക. അതായത് ക്രിസ്തു വന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകത്തക്ക നിലയിൽ, മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ പുരുഷത്വം പ്രാപിക്കുക. 4-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നതാണ് പുരുഷത്വം പ്രാപിക്കുക. അപ്പോൾ അവർ ആത്മീകമായ വളർച്ചയിൽ നിന്നും ആത്മീക പക്വതയിലേക്ക് അവർ വരണം എന്നുള്ളതാണ്. അപ്പോൾ എഫെസോസിലെ സഭയോട് പൗലോസ് പറയുന്നു 17 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ ഇംപ്യൂരിറ്റി, അശുദ്ധി, ഇംപ്യൂരിറ്റി. അപ്പോൾ ദൈവജനത്തിന്റെ മധ്യത്തിൽ, പ്രത്യേകിച്ച് കർത്താവിന്റെ ശുശ്രൂഷാരംഗത്തായിരിക്കുന്നവരിൽ ഈ 3 കാര്യങ്ങൾ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഡിസ്യൂണിറ്റി, ഇമ്മച്യൂരിറ്റി, ഇംപ്യൂരിറ്റി. അനൈക്യത, അപക്വത, അശുദ്ധി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ 3 വിധ സ്വഭാവങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഈ 3 കാര്യങ്ങൾ വരുന്നത്. നോക്കിക്കേ, ഡിസ്യൂണിറ്റി അല്ലെങ്കിൽ അനൈക്യത വരുന്നത് നമ്മുടെ പ്രാകൃത സ്വഭാവമാണ്. മനസ്സിലാക്കണേ, അനൈക്യത വരുന്നത് നമ്മുടെ നാച്ചുറൽ സ്വഭാവമാണ്, പ്രാകൃത സ്വഭാവമാണ്. 2, അപക്വത വരുന്നത് നമ്മളുടെ ജഡീക സ്വഭാവമാണ്. അപക്വത വരുന്നത് നമ്മളുടെ ജഡീക സ്വഭാവമാണ്. 3, അശുദ്ധി വരുന്നത് നമ്മളുടെ ആ ഒരു എന്താ പറയുക, നമ്മുടെ ആ സ്പിരിച്വൽ നേച്ചർ ആണെങ്കിലും ആ ഒരു പ്രാകൃത സ്വഭാവത്തിൻ്റെ മറ്റൊരു ഭാവമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ 3 വിധ സ്വഭാവങ്ങളും നമ്മൾ മരിക്കുന്നത് വരെ നമ്മളിൽ ഇങ്ങനെ ക്രിയ ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ പിശാചിന് ഇടം കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ആത്മീകതയിൽ നിന്ന് ജഡീകതയിലേക്ക് നയിച്ച് നമ്മളെ പ്രാകൃത സ്വഭാവത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് പിശാചിൻ്റെ ജോലി. നമ്മുടെ കർത്താവ് പറഞ്ഞു, പാതാള ഗോപുരങ്ങൾ, അതിനെ കർത്താവിൻ്റെ ഒരു ചലഞ്ചായിരുന്നു അത്. ആ ചലഞ്ച് പിശാച് ഏറ്റെടുത്തിട്ടുണ്ടെന്ന് ഞാൻ തെളിയിക്കാം. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുമോ ഇല്ലയോ എന്ന്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ ഇടം കൊടുക്കരുത്, നമ്മൾ ഇടം കൊടുക്കാനായിട്ട് പാടില്ല. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായിട്ട് നിറവേറ്റുവാൻ നമുക്ക് ഇടയായി തീരണം. ആദ്യത്തെ ദിവസം വായിച്ച വാക്യത്തിൽ ഇതാണ്, നമ്മുടെ കൂടിവരവിനോടുള്ള ബന്ധത്തിൽ ഗ്യാതറിങ്ങിനാണ് പിശാച് ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത്. പുതിയ നിയമത്തിൽ സഭ എന്നുള്ള വാക്ക് ലോക്കൽ ചർച്ച്, യൂണിവേഴ്സൽ ചർച്ചിനോടുള്ള ബന്ധത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും കൂടിവരവുകൾ, ഗ്യാതറിങ്ങിനാണ് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. അപ്പോൾ ലോക്കൽ ചർച്ച്, അതായത് സ്ഥാനീയ സഭയും സ്ഥലം സഭയും, അപ്പം ഗ്യാതറിങ്ങിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. അത് ആരംഭിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിലാണ്. ഞാനത് വായിച്ചു, ആ ഭാഗം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ആ ക്ലോക്കിൽ സമയമായി, പക്ഷേ എൻ്റെ ഇങ്ങോട്ട് ആയില്ലെന്ന് തോന്നുന്നു. 2-3 മിനിറ്റ് കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. നിർത്താം, കൃത്യസമയത്ത് ഞാൻ നിർത്താം. സമയം പാലിക്കണം എന്നുള്ളത് എൻ്റെയും കൂടെ ഒരു നിർബന്ധമാണ്. 2-3 പേർ എൻ്റെ നാമത്തിൽ, അടുത്ത വരേണ്ടത്, പെട്ടെന്ന് പറഞ്ഞു. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ
നടുവിലുണ്ട്, കൂടി വരുന്നിടത്തൊക്കെ. ഇത് ആ മലയാളത്തിൽ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് വരുന്ന ഒരു വലിയൊരു പ്രശ്നമുണ്ട്. പിശാച് നോക്കി നിൽക്കുന്ന ഒരു ഇടമാണ്. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെ ഞാൻ അവരുടെ നടുവിലുണ്ട്. പക്ഷെ കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാണ്, wherever 2 or 3 are, അടുത്ത വാക്കാ ശ്രദ്ധിക്കണ്ടേ, gathered together. കർത്തരി പ്രയോഗവുമുണ്ട്, കർമ്മണി പ്രയോഗവുമുണ്ട്, ആക്റ്റീവ് വോയിസും ഉണ്ട്, പാസീവ് വോയിസും ഉണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്ന പാസീവ് വോയിസിലാണ്. 2-3 പേർ എൻ്റെ നാമത്തിൽ ഞാൻ കൂട്ടി വരുത്തുന്നിടത്ത് എൻ്റെ സാന്നിധ്യം ഉണ്ടെന്ന്, ഞാൻ അവരുടെ നടുവിലുണ്ടെന്ന്. കൂട്ടി വരുത്തുന്ന ഇടം, കൂടി വരുന്ന ഇടമല്ല, പിന്നെ കൂട്ടി വരുത്തുന്ന ഇടം. അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആരാണ്? അതിൻ്റെ സെൻട്രൽ പോയിന്റ് ആരാണ്? അതിൻ്റെ ആ സെൻട്രൽ വൈറ്റൽ, ആ കോർ എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ കർത്താവാണ്. എൻ്റെ ചിന്തയോ എൻ്റെ ആവശ്യമോ അല്ലെങ്കിൽ എൻ്റെ ബുദ്ധിയോ എൻ്റെ ക്രമീകരണങ്ങൾക്കോ അവിടെ സ്ഥാനമില്ല. ഇന്ന് നമ്മൾ പിശാചിന് ഇടം കൊടുക്കുന്ന ആ നമ്മുടെ ചിന്താമണ്ഡലത്തിൽ ഒന്നോ അതിലധികമോ ആളുകളിൽ പ്രവർത്തിച്ച് ദൈവസഭ പാതാള ഗോപുരങ്ങൾ ജയിക്കത്തില്ല എന്ന് പറഞ്ഞ നമ്മുടെ കർത്താവിൻ്റെ വാക്കുകൾ, അതിനെ ഇല്ലാതാക്കുവാൻ പിശാചിന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്, ഒരു കണ്ണിയാണ് എവിടെ കൂടിയാലും കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ട് എന്നുള്ളത്. എൻ്റെ ഇഷ്ടപ്രകാരം എനിക്ക് തോന്നിയതുപോലെ അവിടുന്ന് ഇവിടുന്ന് 2 പേര് കൂടി പുതിയൊരു ചർച്ച ഉണ്ടാക്കുക, ഇതെല്ലാം എൻ്റെ പ്രിയമുള്ളവരെ പിശാചിന് ഇടം കൊടുക്കുന്നതിന് തുല്യമായിട്ടാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും ആ നിലയിൽ നമ്മൾ ചിന്തിക്കാനായിട്ട്, ദൈവത്തിൻ്റെ പ്രത്യേക നിയന്ത്രണത്തിലും ദൈവത്തിൻ്റെ തീരുമാനത്തിലും ആ ദൈവത്തിൻ്റെ ഉദ്ദേശത്തിലും ദൈവത്തിൻ്റെ കൈയുടെ പ്രവർത്തനമായിട്ട് മാത്രമേ ദൈവസഭയുടെ ഫോർമേഷന് ഞാനും നിങ്ങളും ഭാഗമായി തീരാനായിട്ട് പാടുള്ളൂ. അല്ലെങ്കിൽ പിശാചിന് ഇടം കൊടുക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ കർത്താവ് പറഞ്ഞത് 2-3 പേർ എൻ്റെ നാമത്തിൽ ഞാൻ കൂട്ടിവരുത്തുന്ന ഇടത്ത്. അപ്പം ഈ ഗ്യാദർ ടുഗദർ എന്നുള്ളത് ദൈവവചനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഗ്യാദർ ടുഗദർ അല്ല, ഗ്യാദേർഡ് ടുഗദറാണ്. ഏതാണ്ട് 7 കൂടിവരവുകൾ അപ്പോസ്തല പ്രവൃത്തിയിൽ കാണുന്നുണ്ട്. ആ കൂടിവരവുകളെല്ലാം ഗ്യാദേർഡ് ടുഗദറാണ്, ഗ്യാദർ ടുഗദർ അല്ല. എവിടെയൊക്കെ ഗ്യാദർ ടുഗദർ ഉണ്ടോ അവിടെയെല്ലാം തകർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. കർത്താവ് സൈലൻ്റ് ആയിട്ടുണ്ട്. അവിടെയൊന്നും ദൈവനാമം മഹത്വപ്പെടാനായിട്ട് ഇടയായി തീരുന്നില്ല. നമ്മൾ വളരെ ശ്രദ്ധിക്കണം, നമ്മൾ വളരെ ഭയക്കണം ദൈവത്തിൻ്റെ സഭയെ. നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്ന കാര്യം തിരുഹിതത്തിൻ്റെ പ്രസാദത്തിനായിട്ട് മുന്നോട്ട് പോകണം. അപ്പോൾ കർത്താവിൻ്റെ ഹിതം നമ്മൾ തിരിച്ചറിയുക, കർത്താവിൻ്റെ ഇഷ്ടം തിരിച്ചറിയുക, കർത്താവിൻ്റെ ഹിതത്തിനായിട്ട് നമ്മൾ ജീവിക്കുക. ആത്മീയ വളർച്ചയിൽ നിന്ന് ആത്മീക പക്വതയിലേക്ക് വളരുക. ഒപ്പം നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം, പിശാചിന് നമ്മൾ എന്ത് ചെയ്യരുത്, ഇടം കൊടുക്കാനായിട്ട് പാടില്ല. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ.